ശ്രീ ശ്രീ എന്തിനാണ് കരയുന്നത് എന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം പറയാം. ഞാനിപ്പോൾ ഉള്ളത് സീതാങ്കുലുള്ള കേക്ക്സ് ആൻഡ് ഡിസേർട്ട്സ് എന്നുള്ള ഷോപ്പിലാണ്. ഇതിനു മുമ്പും ഒരുപാട് തവണ ഞാൻ ഇവിടുന്ന് കേക്ക് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ടേസ്റ്റ് പിടിച്ചിട്ട് വീണ്ടും വീണ്ടും ഞാൻ ഇങ്ങോട്ടേക്ക് തന്നെ വന്നോണ്ടിരിക്കാം. കൂടെ ശ്രീ ഉണ്ടായിരുന്നു. അവൾ അവിടെ കളിച്ചോണ്ടിരിക്കുക. മുമ്പ് ഏതോ കുട്ടിയുടെ ബർത്ത്ഡേ പാർട്ടിന്റെ ഒരു ബലൂൺ അവിടെ ഉണ്ടായിരുന്നു. അത് നോക്കി അവൾ കളിക്കുന്ന സമയത്ത് ഞാൻ ഇവിടുത്തെ കേക്കും ചോക്ലേറ്റ്സും ഒക്കെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. ഡയറി മിൽക്കാണോ വേണ്ടത്, ഞാൻ വാങ്ങിത്തരാമെന്നൊന്നും ഉണ്ണിക്കുട്ടൻ ഓസിലിനോട് പറയുന്നുള്ളത്. ഇന്ന് ശ്രീയുടെ ബർത്ത്ഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് ചെറിയൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ തന്നെ വിളിച്ചുകൊണ്ട് വന്നത്. കാരണം ഇവിടുത്തെ കേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവളുടെ മുമ്പിലേക്ക് വെച്ച് നീട്ടിയ ആ കേക്കിന്റെ വലിപ്പമോ കൊടുത്ത ഗിഫ്റ്റോ ഒന്നുമല്ല, അവളുടെ കണ്ണിൽ നിന്നുണ്ടായ ആ ഒരു അത്ഭുതപ്പെട്ട സന്തോഷം ഉണ്ടല്ലോ, പിന്നെ ഉണ്ടായ ആനന്ദ കണ്ണീരും, അത് തന്നെയായിരുന്നു എനിക്കും ആവശ്യം. പരിചയപ്പെട്ടിട്ട് 8 മാസമേ ആയിട്ടുള്ളൂ എങ്കിലും അവളുടെ ഓരോ ആഗ്രഹങ്ങളും സന്തോഷങ്ങളും സ്വപ്നങ്ങളും എല്ലാം ഞാൻ അറിയുന്നുണ്ടായിരുന്നു. ഇതുവരെ ആരിൽ നിന്നും ഒരു ഗിഫ്റ്റ് പോലും കിട്ടാത്ത അവൾക്ക് എൻ്റെ കയ്യിൽ നിന്നും എന്തെങ്കിലുമൊക്കെ കൊടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് വലുതായിട്ടൊന്നും കൊടുക്കാൻ പറ്റില്ലെങ്കിലും ചെറിയൊരു ഗിഫ്റ്റ് കൊടുത്തിട്ട് ഇവളെ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട്. എല്ലുൻ്റെ മാരേജിന് ഹെൽദിക്ക്, മെഹന്തിക്ക്, പിന്നെ റിസപ്ഷന് എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള കേക്ക് നമ്മൾ വാങ്ങിയിട്ടുണ്ടായത് ഇവിടുന്ന് തന്നെയാണ്. അത് മാത്രമല്ല മില്യൺ അടിച്ചപ്പോഴുള്ള ഞാൻ കട്ട് ചെയ്ത കേക്കും ഞാൻ ഇവിടുന്ന് തന്നെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഭയങ്കര ടേസ്റ്റാണ് ഇവിടുത്തെ കേക്ക്. അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇവിടുത്തെ ചെയ്യുന്നത്. പ്രൊമോഷനോ കൊലാബോ ഒന്നുമല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും കേക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവരായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. എൻ്റെ മനസ്സിൽ ഞാൻ കൊടുത്ത ഗിഫ്റ്റ് ഒന്നുമല്ലാന്ന് തോന്നുന്നുണ്ടായിരുന്നെങ്കിലും അവൾ ആ കൗതുകത്തോടെ അത് ഓരോന്നും എടുത്തു നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇരുന്ന് കേക്ക് കട്ട് ചെയ്യാനുള്ള സൗകര്യം ഉള്ളതുകൊണ്ട് കുറച്ചു നേരം നമ്മൾ അവിടെ ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ പറഞ്ഞു നീന്റെ കാട്ടേണ്ടതല്ലോ ഓർക്ക് ഫ്രണ്ട്സ് എല്ലാം വന്നിട്ട് കേക്കെല്ലാം മുറിക്കൂല്ലേ. അപ്പൊ എന്റത് എങ്ങനെ നീ എന്ത് വീഡിയോ എടുക്കുന്നത് നീ പറയുന്നത്? അതന്നെ നീ വീഡിയോ എടുക്കുന്നത് മെസ്സേജ്. എന്റത് അങ്ങനെ ഇത് ആരും അങ്ങനെ വന്നിട്ട് കേക്ക് മുറിക്കലോ അങ്ങനത്തെ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. നമ്മൾ നേരെ ജ്യൂസ് സ്റ്റാളിലേക്ക് പോയിട്ട് 2 അവിൽ മിൽക്ക് വാങ്ങിക്കഴിച്ചു. പിന്നെ കുട്ടികൾക്ക് 2 ആൾക്ക് ഐസ്ക്രീം വാങ്ങിക്കൊടുത്തു. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ണിക്കുട്ടൻ്റെ കയ്യിൽ പോളി ഒടിച്ച മാർക്കാണ് കാണിച്ചു തരുന്നത്. ഇത് എത്രാമത്തെ കണ്ണടയാണ് വാങ്ങിയതെന്ന് എനിക്കറിയില്ല. എന്നിട്ട് ഒരെണ്ണം പോലും എൻ്റെ കയ്യിലില്ല. കളിപ്പാട്ടം വാങ്ങിത്തരാതെ ഞാനിവിടെ നനങ്ങൂലെന്നും പറഞ്ഞ് ഒരേ ഒരു നിൽപ്പാണ് ഉണ്ണി. പിന്നെ അവൻ എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി അവളുടെ വീട്ടിലേക്കും ഞാൻ എൻ്റെ വീട്ടിലേക്കും പോയി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.